ഒരമ്മയെന്ന നിലയിൽ മറ്റുള്ള സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ഒരു കൂട്ടുമില്ലാതെ തനിയെ എൻ്റെ പ്രതിഷേധം, എൻ്റെ ആവശ്യം ഞാൻ ഈ ഗവൺമെൻറ്റിനോടും ഈ നാട്ടിലെ പൊതുജനങ്ങളോടും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നമസ്കാരം. ഇന്ന് വനിതാ ദിനമാണ്. നമുക്കറിയാം, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ, പീഡന കഥകൾ, ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു അമ്മ ഒറ്റയ്ക്ക് ഒരു സമരം നടത്തുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും എന്തിനാണ് ഈ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് എന്നും ഒക്കെ അവർ തന്നെ നമ്മളോട് പറയും. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും കാലഘട്ടത്തിനനുസൃതമായിട്ട് ഒരു മാറ്റം വരണം. കാരണം ഇപ്പോഴത്തെ ഒരു ക്രൂരകൃത്യങ്ങൾ കാണുമ്പോൾ, അപകടങ്ങൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളും നമ്മുടെ ഭർത്താവും നമ്മുടെ സഹോദരങ്ങളൊക്കെ ജോലിക്ക് പോയിട്ട് സുരക്ഷിതരായിട്ട് വീട്ടിലെത്തുന്നത് വരെ വീട്ടിലിരിക്കുന്ന ഓരോ അമ്മമാരും ആദിയിലാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിയമ സംവിധാനങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിയമ സംവിധാനങ്ങൾക്കും കർക്കശമായൊരു നിലപാടെടുക്കുന്നതിനായിട്ടുള്ള കാലഘട്ടം മാറി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും അതിന് വേണ്ടിയിട്ടുള്ള എത്രയും വേഗം തന്നെ ഒരു തീരുമാനമെടുത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ജനിച്ച നമ്മുടെ നാട്ടിൽ നമുക്ക് സുരക്ഷിതമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കില്ല. ഒപ്പം ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമ്മുടെ പ്രതികരണമായിക്കോട്ടെ, അഭിപ്രായമായിക്കോട്ടെ, ആശയങ്ങളായിക്കോട്ടെ, ഒറ്റയ്ക്ക് നിന്ന് പറയുവാനായിട്ടുള്ള ആർജവം ഓരോ സ്ത്രീകളും നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു അമ്മ എന്ന നിലയിൽ മറ്റുള്ള സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ഒരു കൂട്ടുമില്ലാതെ തനിയെ എൻ്റെ പ്രതിഷേധം, എൻ്റെ ആവശ്യം ഞാൻ ഈ ഗവൺമെൻറ്റിനോടും ഈ നാട്ടിലെ പൊതുജനങ്ങളോടും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ ഇത് സർക്കാർ കൃത്യമായി ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനെ ഒരിക്കലും ഒരു ദിവസത്തെ ഒരു സമരപരിപാടി എന്നോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന നിലയിലല്ല ഞാൻ കൊണ്ടുപോകാനിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടം വരെ, ഏതറ്റം വരെ ഒരു അമ്മ എന്ന നിലയിൽ, സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പോകാമോ ഇവിടം വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് എന്തായാലും ഗവൺമെൻറ് തലത്തിലായിക്കോട്ടെ, നമ്മുടെ കോടതി തലങ്ങളിലും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനൊരു മാറ്റം വേണം എന്ന് ഞാൻ എന്തായാലും അത് തുടർന്ന് അറിയിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പം അഫാൻ്റെ കേസാണല്ലോ കൂടുതലായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഫാൻ്റെ കേസ് മാത്രമല്ല, നമ്മുടെ ഒരു കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, SLC പഠിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ അവൻ കൊല്ലപ്പെട്ടില്ലേ. പക്ഷേ അവൻ്റെ അവരുടെ വീട്ടുകാരുടെ വേദനയുണ്ടല്ലോ. ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് ഒരു മക്കളെ നമ്മൾ എന്താ പറയുക, കാക്കയ്ക്കും ഉറുമ്പിനും കൊടുക്കാതെ അവരെ വളർത്തിയെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അമ്മയുടെ വേദന ആരും കണ്ടിട്ടില്ല. എന്നാൽ മറ്റുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്തു, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ദയ കിട്ടി. ബാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പരീക്ഷയിൽ ഒരു കോപ്പി അടിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷം ഡീവമ്പ അറിയും, അവരുടെ ലൈഫ് പോവില്ലേ. പക്ഷേ ഇപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കാൻ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരാളെ കൊന്നിട്ടും അവർക്ക് സുഖമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാനുള്ള സംവിധാനം, അതിന് നിയമപാലകർ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ, അവരുടെ നിസ്സഹായ അവസ്ഥയാണ് അതല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ നിയമത്തിൽ വന്ന ഇളവൽ കൊണ്ടല്ലേ മറ്റു രാജ്യങ്ങളിലാണ് നടക്കുമോ. അപ്പോൾ അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളുടെയും, പിന്നെ ഒപ്പം തന്നെ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ, എറണാകുളത്ത് തന്നെയായാലും 10-12 വയസ്സുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ ലഹരി വസ്തുക്കൾ എത്തണമെങ്കിൽ അവിടെ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും നിസ്സഹായാവസ്ഥയോടെ നിൽക്കുകയാണ്. അതിപ്പം രാഷ്ട്രീയ ഇടപെടലുകളാകാം, അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടൽ മൂലം അവർക്ക് അവരുടെ ഡ്യൂട്ടി പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നിയമനിർമ്മാണം, ഒരു പുനഃചിന്തനം വന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ. എന്തായാലും ഇതിപ്പം പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഒരു വനിതാ ദിനത്തിൽ കൂടെ ആവുമ്പോഴേ ഇപ്പം മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി, മക്കളുടെ അവർ നന്നായി കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു അമ്മമാരാണ് പൊതുവേ ഉള്ളത്. പക്ഷേ ഈ അഫാൻ്റെ കേസിലൊക്കെ എടുത്ത് നോക്കുമ്പം മകൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഓരോ കള്ളക്കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു മറുവശം കൂടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൽ കുറേ നമ്മൾ കുട്ടികൾ ഇപ്പം നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ തെറ്റ് ചെയ്തതിന് അതിനെ സംരക്ഷിക്കും അമ്മമാർ. അത് അവരുടെ നമ്മുടെ മക്കളോടുള്ള വാത്സല്യമായിരിക്കും. പക്ഷേ അത് അങ്ങനെ പാടില്ല. അവർ തെറ്റ് ചെയ്തെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തണം അവരെ. ഒപ്പം അതിന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണെങ്കിൽ അതിന് തയ്യാറാവണം. അപ്പം ആ അമ്മയുടെ ഒരു മകനല്ലേ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ അതിൻ്റെ കാര്യഗൗരവം അറിയാതെയായിരിക്കാം ഒരു പക്ഷേ ആ അമ്മ അങ്ങനെ ഒരു നിലപാടെടുത്തത്. എൻ്റെ മോനൊന്നും സംഭവിക്കില്ലെന്ന് വെച്ചിട്ടായിരിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കേസ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പം അതിൽ പിതാവ് 10 വർഷം മുമ്പ് മരിച്ചതാണ്. പിന്നെയുള്ളത് ഒരമ്മയും അമ്മൂമ്മയാണ്. ഇവരുടെ സംരക്ഷണത്തിൽ
വളരുമ്പോഴാണ് 29 വയസ്സുള്ള ഒരു വ്യക്തി ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിട്ട് പ്രണയത്തിലാകുന്നതും പീഡനത്തിന് ഇരയാക്കി എന്നുള്ള സൂചനയൊക്കെയാണ് പുറത്തു വരുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനൊക്കെ എതിരെയാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു വനിതാ ദിനം തന്നെ അതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, നമ്മൾ പണ്ട് കാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്ന സമയത്ത് ഒരുപാട് ഒരാളുടെ അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാനായിട്ടും അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാനായിട്ട് പറ്റുമായിരുന്നു. അതായത് നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവരുള്ളതുകൊണ്ട്. ഇപ്പോൾ അണുകുടുംബങ്ങളായി എല്ലാവരും അവരുടെ ജോലികളും പ്രാരാബ്ദങ്ങളും നടക്കുക. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളെ കേൾക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ഓരോ അമ്മമാർ അച്ഛനേക്കാളും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തായാലും അമ്മമാർക്കാണ്. അപ്പോൾ അമ്മമാർ നമ്മുടെ മക്കളെ കേൾക്കാൻ നിൽക്കുക. അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് അവർക്കൊരു സൗകര്യം കൊടുക്കുക, ഒരു ഇടം കൊടുക്കുക. അങ്ങനെ ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാം തന്നെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൂടുതൽ പറയും. അപ്പം മറ്റുള്ള പ്രണയബന്ധങ്ങളിലേക്കോ മറ്റുള്ള ബന്ധങ്ങളിലേക്കോ ഒന്നും പോകത്തില്ല. എന്തും എൻ്റെ അമ്മയോട് എനിക്ക് തുറന്നു പറയാമെന്ന്. ഈ വനിതാ ദിനം എന്ന് പറഞ്ഞ ഒരു മാർച്ച് 8 മാത്രം ഒരു വനിതകൾ വന്നു ഒരു പ്രതിഷേധം നടത്തി അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെന്നും നല്ലൊരു സുഹൃത്തായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് ആയിരിക്കണം.